ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നെയ്സി പറഞ്ഞ കണക്കെ കബൻ പാർക്കിലേക്ക് പോവുകയാണ്. നമ്മൾ ഗേൾസ് മാത്രമാണ് കേട്ടോ. കുറേ കാലത്തെ നമ്മുടെ കാത്തിരിപ്പിൻ്റെ ഫലപാട് ഇത്. നമ്മളെ കെട്ടിയന്മാരെല്ലാം നമ്മൾ കുറേ ഊക്കിയിട്ടുണ്ട്, നിങ്ങൾ ഇന്നെങ്ങാനും പോവാണ്. അതിലൊരു കെട്ടിയവനെ ഇതേപോലെ വന്നു പോയിട്ട് ബായ് പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാബിന് കാത്തിക്കായിരുന്നു. നമ്മുടെ കെട്ടിയന്മാർ ആരെയും കൂട്ടാത്തതുകൊണ്ട് നമ്മൾ ക്യാബ് പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നമ്മുടെ ട്രിപ്പ് സക്സസ് ആയ ഒരു സന്തോഷത്തിൽ നമ്മളിങ്ങനെ പോവുകയാണ് ഗൈസ്. നമ്മൾ ലഞ്ചെല്ലാം എടുത്തിട്ടാട്ടോ പോകുന്നത്. അവിടുന്ന് കബൻ പാർക്കിൽ നിന്ന് ലഞ്ചെല്ലാം കഴിച്ചൊന്ന് ചില്ലാക്കിയിട്ട് ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പ് എന്നുള്ള രീതിയിൽ തുടക്കം എങ്ങനെയുണ്ട് നോക്കാം, എന്നിട്ട് വേണം പ്ലാൻ ചെയ്യാൻ വേണ്ടി ഇനി അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണ് എന്നുള്ളത്. അപ്പം ഭയങ്കര രസമായിരുന്നു ഗായ്സ്. നമുക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു, കെട്ടിയന്മാരൊന്നും ഇല്ലല്ലോ, അപ്പം എങ്ങനെ ആയിരിക്കും കുട്ടികളെയും കൊണ്ട് എങ്ങനെ ആയിരിക്കും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതെല്ലാം. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ കബൻ പാർക്ക് ഓൾമോസ്റ്റ് എത്തിയിരിക്കുകയാണ് ഗായ്സ്. സത്യം പറഞ്ഞാൽ അവിടെ എത്തുമ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും അവിടെ ഇരുന്നിട്ട് നല്ല ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ നമുക്കങ്ങനെ പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട്, കുട്ടികൾക്ക് കളിക്കാൻ വേറെ തന്നെ സെക്ഷനാണ്. പിന്നെ വലിയ കബൻ പാർക്ക് പോയവർക്ക് അറിയാൻ പറ്റും. പിന്നെ ഫുൾ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലവും തപ്പി ഇങ്ങനെ പോവുകയാണ് ഗൈസ്. പിന്നെ മക്കളാണെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേക്ക് അവർക്ക് വിശപ്പുമില്ല, ഒന്നുമില്ല. വണ്ടിയിൽ നിന്ന് വിശക്കുന്ന പറഞ്ഞ ആൾ പാർക്കിൽ എത്തുമ്പോഴത്തേക്ക് അവർക്ക് ഫുഡ് കഴിക്കാനുള്ള മൂടൊന്നുമില്ല, കളിക്കേണ്ട മൂടാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫുഡ് അങ്ങ് കഴിച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ഫുഡ് കഴിക്കാനുള്ളത് അത്ര പാടില്ല. നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോരോ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും നിന്ന് ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. സത്യം പറയാമല്ലോ ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡെല്ലാം. പിന്നെ നല്ല രസമുണ്ട് കേട്ടോ, ഇങ്ങനെ പുറത്തെല്ലാം ഇരുന്ന് നല്ല ഇങ്ങനെ കഴിക്കാൻ. തൊട്ടടുത്ത് ഒരാൾ ഗിത്താർ വായിച്ചുകൊണ്ടിരുന്നു. ടഫ് പറഞ്ഞ് നല്ല ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അവനെ പോയി അപ്രിഷ്യേറ്റ് ചെയ്തു. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ കുട്ടികളെ സെക്ഷനിലേക്കാട്ടോ പോയത്. അവിടെ കുറേ റൈഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ ട്രെയിന് ഭയങ്കര, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത് മിസ്സായിന് കേട്ടോ. പിന്നെ എന്നിട്ട് ഈ പ്രാവശ്യം എന്തായാലും കയറണമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ കയറിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ട്രെയിന് റൈഡ്. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് നമ്മുടെ കഥാനായകൻ എത്തിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ പോയിട്ട് വരാം കേട്ടോ. വെരി ഫണ്ണി ആയിരുന്നു. കണ്ട ഇതിൽ ഫുൾ നല്ല വെള്ളമെല്ലാം ഇങ്ങനെ സ്പ്രേ ആയിട്ട് അടിപൊളി ഉണ്ടായിരുന്നു. ഇതാ അടുത്ത ട്രിപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ട്രെയിനെല്ലാം കയറി നമ്മൾ നേരെ പിന്നെ ബോട്ട് റൈഡിൽ പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി. അതിൻ്റെ ഇടയിൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കുട്ടികളെ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് ഓടേനി. ഒരുപാട് കഷ്ടപ്പെട്ടു ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ നടന്നില്ല ഗൈസ്. എങ്ങനെയല്ലോ കുറച്ച് ഫോട്ടോസെല്ലാം കിട്ടി. പിന്നെ നമ്മുടെ ബോട്ട് റൈഡ് നല്ല, സത്യം പറയാലോ ഈ ഒരു ദിവസം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തതിന് സംഭവം നല്ല അടിപൊളി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ഒരുപാട് എൻജോയ് എല്ലാം ചെയ്തു. പിന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ് ഗൈസ്. അപ്പം ഇനി ഈ കെട്ടിയന്മാരിങ്ങനെ കാത്തിരിക്കാതെ ഇതെല്ലാം വിശേഷങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ട്
പതിവ് പോലെ അങ്ങനെ ബ്ലോക്കെല്ലാം ഉണ്ടായിരുന്നു ഗായ്സ്. അപ്പോൾ നല്ല ഇന്നത്തെ ദിവസം നല്ല എൻജോയ് ചെയ്തു നമ്മൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.